ഗണേശോത്സവ ട്രസ്റ്റിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ വർഷത്തെ ഗണേശോത്സവ ആഘോഷങ്ങളെ കുറിച്ച് ശക്തീകരിക്കാൻ വേണ്ടിയിട്ട് പങ്കെടുക്കുന്ന ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ സരസ്വതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള മുൻ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് എംപി ശ്രീ ജി രാജ്മോഹൻ സാർ, അതുപോലെ തന്നെ ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെ കൺവീനർ ആറ്റുകാൽ ക്ഷേത്രം മുൻ പ്രസിഡന്റ് ആർ ഗോപിനാഥൻ സാർ, നമ്മുടെ പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ ദിനേശ് പണിക്കർ അവർ ട്രസ്റ്റ് വൈസ് ചെയർമാനാണ്, അതുപോലെ വൈസ് ചെയർമാനായിട്ടുള്ള ശ്രീ ശിവജി ജഗന്നാഥൻ അവർ, ജയശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ എസ് ആർ കൃഷ്ണകുമാർ, ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രാധാകൃഷ്ണ മേനോൻ, കൺവീനർ മണക്കാട് രാമചന്ദ്രൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ ജി ശേഖരൻ നായർ, അതുപോലെ തന്നെ ആഘോഷ കമ്മിറ്റിയുടെ കൾച്ചറൽ കമ്മിറ്റി കൺവീനർ ബാബുലൻ സാർ തുടങ്ങിയവരാണ് ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ പത്ര ദൃശ്യമാധ്യമങ്ങളെയും സ്വാഗതം. ഇത്തവണത്തെ ഗണേശോത്സവത്തിന്റെ വിശദ പരിപാടികൾ ഞങ്ങള് സെക്രട്ടറി ചെയ്ത പ്രസ് റിലീസിൽ കൊടുത്തിട്ടില്ല. ഈ എല്ലാ കൊല്ലവും പോലെ ഇപ്പോ ഗണേശോത്സവം ഏറ്റവും വലിയ ഒരു സാംസ്കാരിക ആചാരമായിട്ട് മാറിയിരിക്കുകയാണ്. അതിന്റെ 2 ലക്ഷത്തിലധികം വീടുകളിൽ തന്നെ ഇത്തവണ ഗണേശ പൂജ. അതിൽ 1-ാം തീയതിയിലുള്ള കുമരജന ഘോഷയാത്ര വളരെ നന്നായി നടത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. അതിന് ട്രസ്റ്റിന്റെ എല്ലാം പൂർണ്ണ സഹകരണത്തോടുകൂടി ഇഷ്ടകാലം നടന്നതിനേക്കാൾ കുറെ കൂടെ നന്നായിട്ട് നടത്താനായിട്ട് നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. എല്ലാവരും ഓരോരുത്തരും സംസാരിക്കും. കൂടുതലും ഇതിന്റെ പരിപാടികളെ കുറിച്ച് ശ്രീ ജയശേഖർജി. ഈ വർഷത്തെ ഗണേശോത്സവം നമ്മുടെ ആഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 1 വരെയാണ് ആഘോഷിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 30 വർഷമായിട്ട് ഗണേശോത്സവ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗണേശോത്സവം കേരളത്തിൽ നടത്തി വരികയാണ്. ഈ കഴിഞ്ഞ ആഘോഷങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും പത്ര ദൃശ്യ മാധ്യമങ്ങൾ നൽകിയ പിന്തുണ വളരെ വലുതാണ്. അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കണം. ഞങ്ങൾ ഓരോ വർഷവും നടത്തി വരുന്ന ഈ ആഘോഷം വർഷങ്ങൾ കഴിയുന്തോറും അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയും രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി ഗണേശോത്സവം നാടൊന്നാകെ ആഘോഷിക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഇത്തവണത്തെ ആഘോഷവും വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ആഘോഷം ഈ എല്ലാ വർഷവും നടത്തുന്ന അതേ രീതിയിൽ എല്ലാ ചടങ്ങുകളും ഇതോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. ആഗസ്റ്റ് 1-ന് ആഗസ്റ്റ് 24-ന് വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ ഗണേശ വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ നടത്തുകയാണ്. ഈ ഗണേശ വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ നടക്കുന്നതോടുകൂടി ആഘോഷങ്ങൾ സമാരംഭിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് തന്നെ ഓരോ സ്ഥലങ്ങളിലും അതിനോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാടികളും അതോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. 24-ന് തുടങ്ങുന്ന ഈ ആഘോഷം, ഈ പൂജാകർമ്മങ്ങൾ നമ്മൾ സെപ്റ്റംബർ 1-ന് സമാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഗണേശോത്സവ ട്രസ്റ്റ് പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹങ്ങൾക്ക് പുറമെ നിരവധി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അവരവരുടെ വീടുകളിൽ വിഗ്രഹങ്ങൾ ഇതേ ദിവസങ്ങളിൽ വയ്ക്കുകയും പൂജ നടത്തുകയും അതെല്ലാം സെപ്റ്റംബർ 1-നുള്ള ഘോഷയാത്രയിൽ അതോടനുബന്ധിച്ച് എല്ലാവരും അതിൽ ഒത്തുചേരുകയും ഘോഷയാത്രയോടുകൂടി ശംഖുമുഖം കടപ്പുറത്തെത്തി നിമജ്ജനം ചെയ്യുകയും ചെയ്യുന്നു. ഘോഷയാത്രയുടെ സമാപനത്തിന്, അതായത് അതിന്റെ ഉദ്ഘാടന ദിവസം സെപ്റ്റംബർ 1-ന് നമ്മൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ സാംസ്കാരിക സമ്മേളനവും സമാപന ഘോഷയാത്രയുടെ ഉദ്ഘാടനവും അവിടെ നടത്തുകയാണ്. ഇതോടനുബന്ധിച്ചുള്ള
പൂജകൾ ഇതിനവിടെ നമുക്കറിയാം. വിനായക ചതുർത്ഥി ഓഗസ്റ്റ് 27-നാണ് വിനായക ചതുർത്ഥി വരുന്നത്. വിനായക ചതുർത്ഥിയുടെ അന്ന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നടത്തുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഈ പ്രസ് റിലീസിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ വിവിധ രൂപത്തിലുള്ള ഗണപതി വിഗ്രഹങ്ങൾ നമ്മൾ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അതുപോലെ ഗണപതി വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് എപ്പോഴും വരുന്ന ഒരു പരാതി, പത്രമാധ്യമങ്ങളിലെല്ലാം വരുന്ന പൊതുവിലെ ചർച്ചകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ, ഈ ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യപ്പെടുമ്പോൾ അതൊന്നും പ്രകൃതിയോട് ഒത്തുചേരാത്ത വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പരാതിയാണ് വളരെ കാലമായി കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഗണപതി വിഗ്രഹങ്ങളിലൊന്നും തന്നെ അത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല. പ്രകൃതിയിൽ അലിഞ്ഞു ചേരാവുന്ന അത്തരത്തിലുള്ള പ്രകൃതിദത്തമായ ചകിരി അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഗണപതി വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു വിഷയവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 1-ന് നടക്കുന്ന ഈ ഘോഷയാത്രയും ഗണേശോത്സവത്തിന്റെ സമാപനവും വളരെ നല്ല രീതിയിൽ നടത്താനാണ്, മുൻവർഷങ്ങളെക്കാളും വളരെ നല്ല രീതിയിൽ നടത്താനാണ് ഇത്തവണയും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ശംഖുമുഖത്ത് നടക്കുന്ന നിമജ്ജന ചടങ്ങുകളിൽ അന്ന് അവിടെയും ഗണപതി ഹോമവും 10,008 തേങ്ങകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗണപതി ഹോമവും അതോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾ മുൻകാലങ്ങളിൽ നടത്തിയ എല്ലാ പിന്തുണയും ഈ വർഷത്തെ ഗണേശോത്സവത്തിന് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ സംസാരിക്കുന്നതിനായി നമ്മുടെ ആഘോഷ കമ്മിറ്റി, ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റി കൺവീനർ ശ്രീ ഗോപിനാഥൻ നായർ സാറിന് മൈക്ക് കൈമാറും. ഇവിടെ വന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മാധ്യമപ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ആഘോഷം 30 കൊല്ലം മുമ്പ് ആരംഭിച്ചു. ഇന്നും ഓരോ വർഷം കഴിയും തോറും വളരെ ഗംഭീരമായി ആണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ ആഘോഷം മുൻ വർഷത്തേക്കാൾ ഗംഭീരമാക്കണം, കളർഫുൾ ആക്കണം എന്നാണ് ഞങ്ങളുടെ സംഘാടകരുടെ ഉദ്ദേശം. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ജയശേഖരൻ നാരായണൻ വിശദീകരിച്ചു, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും ഇത്തവണത്തെ ഈ ഗണേശോത്സവം നിമജ്ജനം, അതുപോലെ 10 ദിവസത്തെ 24-ാം തീയതി മുതലുള്ള പൂജകൾ, അതെല്ലാം നമ്മുടെ ഭംഗിയായി നടക്കാൻ ഗണേശൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എല്ലാ മാധ്യമപ്രവർത്തകരുടെയും ഇത് മുൻ കൊല്ലങ്ങളെക്കാൾ കൂടുതൽ പ്രോത്സാഹനം തന്ന് ഈ സംരംഭം നല്ലൊരു വിജയമാക്കുന്നതെന്ന് ഒന്നുകൂടി ഞാൻ മാധ്യമപ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഗണേശ ഭഗവാൻ എല്ലാവർക്കും അതിനുള്ള അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. സാറിന് കൂടെ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 30 വർഷമായിട്ട് നടന്നു വരുന്ന ഈ ഗണേശോത്സവത്തെ പറ്റി കൂടുതൽ ഇവിടെ ചർച്ചകൾ വന്നു കഴിഞ്ഞു. മാത്രമല്ല, നമ്മൾ ഈ 24 മുതൽ 1-ാം തീയതി വരെ നടക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ പത്രക്കുറിപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് വിട്ടുപോയ ഒരു കാര്യം എന്ന് തുടങ്ങുന്നത് 23-ാം തീയതി ഒരു മിഴി തുറക്കൽ ഫംഗ്ഷൻ ഞങ്ങൾ അതിഗംഭീരമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും വേണം, മാത്രമല്ല സപ്പോർട്ടും വേണം. കാരണം മിഴി തുറക്കൽ ഫംഗ്ഷനാണ് ശരിക്കും പറഞ്ഞ ഗണേശോത്സവത്തിൻ്റെ ആ കണ്ണു തുറക്കുന്ന ആ ഒരു ചടങ്ങും ഗണേശ ഭഗവാന്റെ എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു പ്രതീതി നമുക്ക് കിട്ടുന്ന അന്നത്തെ ദിവസം മുതലാണ്. ഞാൻ എൻ്റെ പറ്റി സ്വയമായിട്ട് കൂടുതൽ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. കാരണം ഒരുമാതിരി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ ഈ ഗണേശോത്സവ ട്രസ്റ്റിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ഭാഗമാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവും. ആദ്യത്തെ ഒരു വിളക്ക് തെളിയിക്കാനുള്ള ഭാഗ്യം വരെ കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഗണേശ ഭഗവാനിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതുകൊണ്ടാകാം എൻ്റെ ജീവിതത്തിൽ എന്നും ഉയർച്ച നൽകിയിട്ടുള്ളത് ഗണേശ ഭഗവാനാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കെന്ന് മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും പേഴ്സണലായിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിശ്വാസം കൂടി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും തന്നെ ചെറിയ ഒരു വിഗ്രഹമെങ്കിലും അന്നത്തെ ദിവസം എല്ലാവരും വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കുകയും
അത് കൃത്യമായിട്ട് തന്നെ പൂജ നടത്തി നിമജ്ജനം ചെയ്യുകയും ചെയ്യുന്ന ഒരു പതിവാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് ഓരോ വർഷവും ഇതിന്റെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഗണേശ ഭഗവാനുള്ള വിശ്വാസം കൂടി വരുന്നു. ഗണേശോത്സവത്തിനുള്ള ആ ഒരു സപ്പോർട്ട്, ട്രസ്റ്റ് എല്ലാം തന്നെ കൂടി വരുന്നു. ഇതിൽ വളരെ സന്തുഷ്ടരാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. ഇനിയും എല്ലാ വർഷവും നമുക്ക് ഇതിനെക്കാട്ടും ഗംഭീരമായിട്ട് നടത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ഇനിയും ബാക്കി എല്ലാവർക്കും സംസാരിക്കാനുണ്ട്. ജയശ്രീക്ക് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയാൻ കാരണം, ഈ 30 വർഷത്തെ ഗണേശോത്സവം നടത്തുന്നതിൻ്റെ ആ ഒരു മഹാത്മ്യം അല്ലെ അതിൻ്റെ ഒരു പ്രാധാന്യം കൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം നഗരം ആ ഒരു ശക്തിയിൽ തന്നെയാണ് മറ്റെന്ത് ദുരിതങ്ങൾ മറ്റുള്ള ജില്ലകളെ ബാധിക്കുമ്പോൾ നമ്മൾ ഒരുവിധമൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നത് ആ ഒരു ശക്തി കൊണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും അത് നിഷേധിക്കാനാവില്ല. കാരണം ഞങ്ങളെല്ലാം ഇതിൽ പങ്കെടുക്കുന്നതിന് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഇതിൽ പങ്കെടുക്കുന്നതിൻ്റെ ശരിക്കും പറയാം ഉപഭോക്താക്കളാണെന്ന് തന്നെ പറയാം. അതിൻ്റെ എല്ലാ അനുഭവവും കിട്ടിയിട്ടുള്ളവരാണ് ഇരിക്കുന്ന എല്ലാ പേരും. എനിക്കും അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കാരണം ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നതിന് ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാ വർഷത്തേക്കാട്ടിലും കൂടുതൽ ഗംഭീരമായിട്ട് ഈ വർഷം നടക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിന് മാധ്യമക്കാരുടെ എല്ലാവരുടെയും സപ്പോർട്ടും അഭ്യർത്ഥിക്കുന്നു. പ്രസംഗിച്ചവരെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജയശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ നിന്ന് എനിക്ക് ചെറിയൊരു വ്യത്യസ്തമുള്ള, തിരുവനന്തപുരം നഗരം പല പ്രതിസന്ധികളും തരണം ചെയ്തിട്ടുണ്ട്. അതിന് ശ്രീപത്മനാഭന്റെ കൂടെ കോൺട്രിബ്യൂഷൻ സ്മരിക്കണം.